Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. Rusty. In today's class, we are going to discuss about one of the interesting topic in physics, that is relativity. വളരെ പണ്ട് കാലത്ത് തൊട്ട് സയൻസ് റിലേറ്റഡ് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങോട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വന്നു, ദെൻ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് വന്നു, ദെൻ തെർമോഡൈനാമിക്സ് വന്നു, മാക്സ്വെൽസ് ഇക്വേഷൻസ് വന്നു, ക്വാണ്ടം തിയറീസ് വന്നു. ഇതൊക്കെ വന്നെങ്കിലും അങ്ങനെ നമ്മൾ 19th സെഞ്ചുറി വരെ എത്തി. ഇതൊക്കെ വന്നെങ്കിലും സയന്റിസ്റ്റ്മാർക്ക് എവിടെയോ എന്തോ ചില ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങിൽ മോഡേൺ ഫിസിക്സിലെ റിലേറ്റിവിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അത് നല്ല രസമാട്ടോ, എനിക്കിഷ്ടമാണ് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. കാരണം അത് നമുക്ക് ലൈഫ് റിലേറ്റഡ് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, തൃശ്ശൂർ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കും അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം എറണാകുളത്താണുള്ളതെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 80 കിലോമീറ്റർ ആണെന്നിരിക്കട്ടെ. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഏകദേശം 300 കിലോമീറ്റർ എന്ന് പറയും. അതായത് എൻ്റെ എൻഡ് പോയിന്റ് ഫിക്സ്ഡ് ആയിരുന്നു, തൃശ്ശൂരായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് അനുസരിച്ച് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്തു. അതായത് ഒരു റെഫറൻസ് പോയിന്റ് ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളിപ്പം നോക്കുമ്പോൾ ഞാനിവിടെ റെസ്റ്റിലാണ്. അതായത് നിങ്ങളുടെ നിങ്ങളുടെ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഞാനിവിടെ അബ്സല്യൂട്ട് റെസ്റ്റിലാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ? അതേസമയം നിങ്ങളിപ്പോൾ എന്നെ നോക്കുന്നത് മൂണിൽ നിന്നിട്ടാണ് നോക്കുന്നതെന്ന് വെച്ചു. അപ്പൊ മൂണിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. സോ മൂണിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ റെസ്റ്റിലാണോ? അല്ല, ഞാൻ മൂവിങ് ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുക. എന്താ കാരണം? അവിടെ എന്ത് വന്നു? എർത്തിന്റെ മൂവ്മെന്റ് കയറി വന്നു. അപ്പൊ മൂണിൽ നോക്കുമ്പോൾ എർത്ത് മൂവ് ചെയ്യാണ്, സോ ഞാനും മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. കണ്ട? അതായത് നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് അനുസരിച്ച് ഞാൻ റെസ്റ്റിലാണ് അല്ലെങ്കിൽ ഞാൻ മോഷനിലാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? എപ്പോഴും നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് ഞാനിങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. എക്സ് വൈ ഇസഡ് ആക്സിസ് ആണെങ്കിൽ എനിക്കൊരു ഒറിജിൻ വേണം. ഈ ഒറിജിൻ വെച്ച് മാത്രമേ എനിക്കൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആയാലും ജസ്റ്റ് മോഷൻ ഇതൊക്കെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്? എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ സെറ്റ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം used to describe the position and motion of objects. Okay, so ഈ frame of reference എന്ന് പറയുന്നത് is classified into two: inertial frame of reference and non-inertial frame of reference. So first ഞാൻ inertial frame of reference എന്താന്ന് പറയാം. inertial frame of reference എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ സൈക്കിൾ ഇവിടെ നിൽക്കുന്നുണ്ടേ, ഞാൻ നോക്കുമ്പം ദ സൈക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. ഇനി നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ഈ സൈക്കിൾ റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി ഞാൻ വന്നിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് എടുത്ത് തള്ളി അങ്ങോട്ട് നീക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സൈക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ഐ എം അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ? ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇത് ഏത് ലോ ആയിരുന്നു? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇല്ലേ? എവറി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്റ്റഡ് അപ്പോൺ ഇറ്റ് അല്ലേ? നമുക്ക് എല്ലാവരും ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഈ ഇനേർഷ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ടേ, നമ്മളോട് അമ്മ വന്ന് പറയാണ്, എടാ കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പൊ നമ്മൾ TV കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോവാൻ ഇഷ്ടമല്ല, നമുക്ക് ആ പൊസിഷൻ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം, മൂവ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. സോ നമ്മൾ TV കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതാണ് ഇനേർഷ്യ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ആ കണ്ടിന്യൂസ് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്ന ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അമ്മ വന്നിട്ട് കുറച്ചുകൂടെ ഫോഴ്സില്, എടാ നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ, അപ്പൊ കുറച്ചുകൂടെ ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടല കൂടുതലാകുമ്പം ഇനിയിപ്പോ നിന്നാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകും അല്ലെ?
അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു ദേഷ്യപ്പെടലായിട്ട്, എന്നാലാണ് നമ്മൾ എണീറ്റ് പോയത്. സോ അതാണ് ഈ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ടെൻഡൻസി, നമ്മൾ ഏത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ നമുക്ക് റെസ്റ്റിലിരിക്കാനും, ഇഫ് യു ആർ മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി, ആ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യാനുമാണ് ഒരു ഒബ്ജക്റ്റിന്റെ ടെൻഡൻസി ഉള്ളത്. ആൻഡ് ദാറ്റ് ടെൻഡൻസി ഈസ് കോൾഡ് ഇനേർഷ്യ. സോ എല്ലാ ഒബ്ജക്റ്റും ആ ഇനേർഷ്യ ഉണ്ട്. ആ ഒരു ലോ ഒബേ ചെയ്യുന്ന എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിനെയും നമ്മൾ എന്ത് പറയും? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്തുട്ടാണ് ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ സൈക്കിൾ ഇവിടെ നിൽക്കുകയായിരുന്നു, ഞാൻ നോക്കിയപ്പോൾ റെസ്റ്റിൽ, നിങ്ങൾ നോക്കിയപ്പോൾ റെസ്റ്റിലിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് മൂണിലാന്ന് വെച്ചു, നിങ്ങളൊരു സ്പേസ് ഷട്ടിൽ കയറി മൂണിൽ പോയി. സോ മൂണിൽ നിന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ സൈക്കിള് മൂവ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. സോ സൈക്കിള് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ എന്തുകൊണ്ടാണ്? ബിക്കോസ് എർത്ത് ഈസ് മൂവിങ് അല്ലേ? എർത്ത് റെസ്റ്റിലല്ല ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറി. ആ ഇവന്റ് നടക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിലല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ വേറെ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. സോ ആ ഒരു എർത്തിന്റെ മോഷൻ മൂലം ഇവിടെ എന്ത് സംഭവിച്ചു? ഈ സൈക്കിള് നീങ്ങുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇറ്റ് ഈസ് മൂവിങ് ഡ്യൂ ടു എർത്ത് മോഷൻ. അപ്പൊ കണ്ടോ അവിടെ എന്ത് സംഭവിച്ചു? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വന്നില്ലാച്ചാലും അവിടെ നമ്മൾ സൈക്കിള് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു, മൂവ് ചെയ്തു ആക്ച്വലി, അല്ലേ? സോ അങ്ങനെയുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ന്യൂട്ടൺസ് ലോ ഹോൾസ് ഗുഡ്. ഓക്കെ, അതേസമയം നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ന്യൂട്ടൺസ് ലോ ഡസ് നോട്ട് ഹോൾസ് ഗുഡ്. അപ്പോ ഇതിന്റെ എക്സാമ്പിള്, ഈ എല്ലാ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ആക്സിലറേറ്റിംഗ് ഫ്രെയിംസ്. എല്ലാ ആക്സിലറേറ്റിംഗ് ഫ്രെയിംസും they are examples of non inertial frame of reference. So earth rotate ചെയ്യുന്നുണ്ട്, earth move ചെയ്യുന്നുണ്ട്, so it is an accelerating frame of reference അല്ലേ? പക്ഷേ ഒരു റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസോ അല്ലെങ്കിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു കാര്യം മനസ്സിലായാൽ മാത്രമേ ബാക്കിയുള്ള റിലേറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ഉറപ്പിച്ചു വെക്കുക. ഫ്രെയിം ഓഫ് റെഫറൻസ് is classified into inertial and non-inertial frame of reference. Now we are going to discuss about Galilean transformations. So Galilean transformation, Galilean എന്ന സയന്റിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ Galilean transformations എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ്, രണ്ടെണ്ണം കേട്ടോ. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ഇത് ഒറിജിനോ, ഇതിൻ്റെത് എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്, ഒറിജിൻ ഓ ഡാഷ്. ഓക്കെ, ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോർഡിനേറ്റ് സിസ്റ്റം, ദ സെക്കൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഇൻ ദ എക്സ് ഡയറക്ഷൻ. സോ ഇത് എസ് എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇതെന്ന് പറയുന്നത് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ, കൺസിഡർ ടു ഫ്രെയിം ഓഫ് റെഫറൻസ് എസ് ഡാഷ്, എസ് ആൻഡ് എസ് ഡാഷ്, വേർ എസ് ഡാഷ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇതിങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എസ്. ഞാനെന്ന് പറയുന്നത് ഞാനൊരു ട്രെയിനിലിരിക്കുകയാണ്. ഐ എം സിറ്റിംഗ് ഇൻ എ ട്രെയിൻ which is moving with a uniform velocity in the x direction. Okay, x direction യൂണിഫോം വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി at time t is equal to t dash is t dash, time t is equal to t dash is equal to 0 ആവുന്ന സമയത്ത്, അതായത് ഈ ഇപ്പൊ പറയണ സമയത്ത് ഞാൻ അവിടുന്ന് ട്രെയിനിൽ ഇങ്ങനെ വന്ന് ഇതാ എൻ്റെ നിങ്ങളിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനും ഈ വരുന്ന എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനും കോയിൻസൈഡ് ചെയ്യും അറ്റ് t is equal to t dash is equal to 0. എന്നിട്ട് ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ ട്രെയിൻ മുന്നോട്ട് പോയി. ഓക്കെ, സോ
coincide ചെയ്യും. At that time, an event occur in P. ഒരു ഇവന്റ് ഒക്കർ ചെയ്തെന്ന് വെച്ചോ എസ് ഡാഷ് ഫ്രെയിമിൽ. അതായത് ഞാനിപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ബിസ്ക്കറ്റ് കഴിക്കാൻ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ബിസ്ക്കറ്റ് അങ്ങ് താഴോട്ട് പോയി. സോ ഇവന്റ് ഹാപ്പൻസ്. ഓക്കെ, ഒരു ഇവന്റ് ഒക്കർ ചെയ്തു. ഓക്കെ, ഈ ഫ്രെയിം ഓഫ് ഇവിടെ ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് അറ്റ് പി. അപ്പൊ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം കോർഡിനേറ്റ്സ് വരുന്നത് ഏതൊക്കെയായിരിക്കും? എക്സും വൈയും ഇസഡും ആണ്. ഇതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു എസ് വരുന്നത് ഇതായിരിക്കും അല്ലേ? അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് കിട്ടി, കോർഡിനേറ്റ് സെറ്റ്സ് കിട്ടി വിത്ത് റെസ്പെക്ട് ടു എസ് ആൻഡ് എസ് ഡാഷ്. ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഓക്കെ, സോ ആ റിലേഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഇവിടെ എഴുതിയിടാം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, y dash is equal to y, z dash is equal to z, and t dash is equal to t. Okay, ഇതാണ് ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനകത്ത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്നാ വന്നത്. ബാക്കിയുള്ള കോർഡിനേറ്റ്സിന് വ്യത്യാസം ഒന്നും വന്നില്ല. കാരണം എന്താ? ദ സ്ട്രെയിൻ ഈസ് മൂവിങ് ഇൻ ദ ഓർ ദിസ് ഇനർഷ്യൽ ഫ്രെയിം ഈസ് മൂവിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. സോ അതിന് മാത്രമാണ് ഇവിടെ ചേഞ്ച് വരിക. സോ ഇവന്റ് ഒക്കർ എന്ന് പറയുമ്പോൾ തന്നെ ബിസ്ക്കറ്റ് താഴെ വീണു, അപ്പൊ തന്നെ നമ്മുടെ ട്രെയിൻ പോയി കഴിഞ്ഞു. സോ ആ ഒരു കോർഡിനേറ്റ്സ് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ബാക്ക്വേർഡ് വരണം അല്ലെ? ആ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് അത്രയും ബാക്ക്വേർഡ് വരണം. സോ ബാക്ക്വേർഡ് വരാനായിട്ടാണ് മൈനസ് വന്നേക്കുന്നത്. മൈനസ് ഓൾറെഡി എക്സ് മൈനസ് എന്താണ്? വെലോസിറ്റി ഇൻടു ടൈം, ദാറ്റ് ഡിസ്റ്റൻസ്, അത്രയും ഡിസ്റ്റൻസ് കുറച്ചു കൊണ്ടുവരണം. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ്, ആൻഡ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി. ഇതാണ് നമ്മുടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. സോ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമുക്ക് ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, y dash is equal to y, z dash is equal to z, and t dash is equal to t. These are Galilean coordinate transformation equations. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻസിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഐ എം ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 with respect to time. What I get is dx dash divided by dt dash is equal to dx divided by dt minus v. v കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് പുറത്തെടുത്തത്. മറ്റേ ടേം 1 ആയി പോകും. സോ ദെൻ നെക്സ്റ്റ് ടേം ഇസ് dy dash divided by dt dash is equal to dy by dt, and dz dash by dt dash is equal to dz by dt. അപ്പൊ ഇത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി മാറി? വെലോസിറ്റി ആയിട്ട് മാറി. അപ്പൊ ഞാൻ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് അങ്ങനെ എഴുതുകയാണ്. യു എക്സ് ഡാഷ് യു എക്സ് മൈനസ് വി, യു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു വൈ, യു ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇസഡ്. ദീസ് ആർ ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. സോ ഞാൻ ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. വെലോസിറ്റിനെ ഒന്നുകൂടെ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. ഇക്വേഷൻ 1നെ ഒന്നുകൂടെ അഗൈൻ ഒരു ഡിഫറൻഷിയേഷൻ, പിന്നെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡി സ്ക്വയർ എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ടി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വെലോസിറ്റി വീണ്ടും കോൺസ്റ്റന്റ്, അപ്പൊ ഈ ടേം അങ്ങ് പോയി 0 ആയി പോകും. അപ്പൊ ആ ഡബിൾ ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് വെലോസിറ്റിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക പറഞ്ഞാൽ ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ടേംസിൽ ഞാൻ ഇതിനെ മൊത്തത്തിൽ എഴുതുകയാണ്. ദാറ്റ് ഈസ് എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ്, എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എ വൈ,
എ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ ഇസഡ്. ഇതാണ് ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഇനി ഈ ഒരു ഇക്വേഷനെ ഞാൻ രണ്ട് സൈഡിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. കാരണം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിലെ മാസ് എന്ന് പറയുന്നത് പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, മൂവിങ് അനുസരിച്ച് വെലോസിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല എന്ന കൺസെപ്റ്റ് ആണ്. മാസ് ഈസ് അബ്സല്യൂട്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ട് ഇടത്തും മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇക്വേഷൻ എന്തായി മാറും? എം എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എം എ എക്സ്, എം എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എം എ വൈ, എം എ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എം എ ഇസഡ് എന്ന് കിട്ടും. അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഫോഴ്സ്. ദാറ്റ് ഈസ് എഫ് എഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് എക്സ്, എഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് വൈ, എഫ് ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇസഡ്. ഇക്വേഷൻ നമ്പർ 4. അപ്പൊ ഈ 4 ഇക്വേഷൻസ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പൊ ഈ 4 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇതിന്റെ ത്രെഡ്സ് ചെയ്യാൻ പറയാൻ പോവാണ്. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഫ്രെയിം ഓഫ് റെഫറൻസസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഇൻ ദ എക്സ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ എക്സ് കോർഡിനേറ്റിൽ മാത്രമാണ് ചേഞ്ച് വന്നത്. അത് കഴിഞ്ഞ് വെലോസിറ്റി വന്നപ്പോൾ വെലോസിറ്റിയിലും എക്സ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വന്നു. പക്ഷെ ആക്സിലറേഷന് വന്നപ്പോഴത്തേക്കും ഒരു കോർഡിനേറ്റ്സിലും യാതൊരു ചേഞ്ചും വന്നില്ല. അതായത് ആക്സിലറേഷൻ ഈസ് ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ആക്സിലറേഷൻ ഇൻവേരിയന്റ് ആണ്, ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പം ഫോഴ്സ് ഈസ് ഓൾസോ ഇൻവേരിയന്റ് അല്ലെ, ഫോഴ്സും ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് ഇവിടെ ഇപ്പൊ ആക്സിലറേഷൻ 0 ആവുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഒബേ ചെയ്തില്ലേ, F is equal to ma. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്തു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഒബേ ചെയ്തു. എല്ലാ ബേസിക് ലോസും ഈ ഗലീലിയൻ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയിൽ ഒബേ ചെയ്യും. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. That is, basic laws of physics are the same in all inertial frames of reference. This is the principle of Galilean Newtonian relativity. Okay, so ഈ ഗലീലിയൻ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയോ അല്ലെങ്കിൽ റിലേറ്റിവിറ്റി whatever it may be, റിലേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് കൺസെപ്റ്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സ് ആർദർ ബേസറിന്റെ ടെക്സ്റ്റും ദെൻ മോഡേൺ ഫിസിക്സ് ബൈ അരുൾ ദാസ് സർ, ഈ 2 പേരുടെ ടെക്സ്റ്റുകളാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഫെർദർ റീഡിങ്സിന് വേണ്ടിയിട്ടോ ഫോർ യുവർ നോട്ട് പ്രിപ്പറേഷൻസ് ഓൾസോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും യു ക്യാൻ റെഫർ ദാറ്റ് ടെക്സ്റ്റ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾ UG PG whatever it may be, you have to go through this text. Okay, ഇത് നിറച്ചും കൺസെപ്റ്റ്സുകൾ മാത്രമുള്ള ഒരു ടെക്സ്റ്റ് ആണ്. So this is principle of Galilean Newtonian relativity. In this class we learned about what is a frame of reference, what is inertial and non-inertial frame of reference, then the Galilean transformation equations. Hope you all understood my class. For more updates, keep an eye on my channel, Lectures by Dr. SG. Thank you.